കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനം എന്നോട് സംസാരിക്കുന്നതും എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതും സൗഖ്യമാക്കുന്നതും ഒന്നാക്കി മാറ്റണമേ. ഇത് ഭവനങ്ങളിലിരുന്ന് ദേശാന്തരങ്ങളിലിരുന്ന് കാണുന്നവർ, കേൾക്കുന്നവരുടെ ജീവിതത്തിൻ്റെ നന്മയായി, അനുഗ്രഹമായി ഈ സമയം, ഈ ശുശ്രൂഷ അങ്ങ് മാറ്റണമേ. ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വയനാടിൻ്റെ പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ളവരുണ്ട്, രാവിലെ വന്നവരുണ്ട്, തലേ ദിവസം വന്നവരുണ്ട്. ഈ കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമായി കാണും. കാരണം നല്ലൊരു കാലാവസ്ഥ, ഒരു ഊട്ടിയിലൊക്കെ ചെന്ന പോലെ ഫീൽ ചെയ്യും. ഒത്തിരി മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വരാൻ കഴിഞ്ഞൊരു ദൈവാനുഗ്രഹമായി സന്തോഷമായിട്ട് കാണുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവിടെ നമ്മളെ പാട്ട് പാടാനൊക്കെ സഹായിക്കാനായി വന്നിട്ടുള്ളത് ഒന്ന് എബിനാണ്. അവർ ശാലോമിൽ TV-യിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. സൗണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന ജെറിൻ എന്ന് പറഞ്ഞ ആളാണ്. അവരൊക്കെയും ഒത്തിരി തിരക്കുള്ള വലിയ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും വലിയ സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അവരൊക്കെ നമ്മുടെ ഈ ആലയത്തിൽ ഈ പ്രാർത്ഥനയുള്ള ഈ കുഞ്ഞ സ്ഥലത്ത് വരിക എന്നത്, അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളത് തികച്ചും ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രാർത്ഥനയുള്ള സമയത്ത് ജെറിനെയും എബിനെയൊക്കെ നന്ദിയോടെ സ്നേഹത്തോടെ കാണുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ആ കാര്യവും നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി പേര് ആദ്യമായിട്ട് വന്നവരുണ്ട്. ഒത്തിരി ദൂരം ഈ മഴയും മഞ്ഞും ഒക്കെ സഹിച്ചു വന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പണ്ട് ഞാനിങ്ങനെയൊന്നും ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഒരാളെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിലും കുടുംബത്തിലും ദൈവം കുറേ ഒരുക്കങ്ങൾ ചെയ്യും. ആമേൻ. മനസ്സിലായി? ചിലപ്പോൾ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അടുത്തതിൻ്റെ പിന്നത്തെ തിങ്കളാഴ്ച ഒരു കല്യാണം നടക്കുവാന്നിരിക്കട്ടെ, ഒരു വിവാഹം നടക്കുക, ഒരു ആഘോഷം നടക്കുക. കല്യാണം നടക്കുന്നത് 15 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ ഒരു മാസം മുമ്പേ തുടങ്ങി. എന്തിന്? ഒരുക്കം, പ്രിപ്പറേഷൻ. വീടടിച്ചു വാരി പെയിൻറ്റ് ചെയ്തു, ജനൽ പെയിൻ്റ് അടിച്ചു, കർട്ടനൊക്കെ മാറ്റി, ആ മുറ്റത്തുണ്ടായിരുന്ന പണ്ടത്തെ ആ വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞു, റോഡ് വൃത്തിയാക്കി, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ചിലർ ഇൻ്റർലോക്ക് ഇട്ടു, ചിലർ സിമെൻ്റ് ഇട്ടു, ടോയ്ലറ്റിൻ്റെ റിപ്പയർ വർക്കൊക്കെ ചെയ്തു. ഒത്തിരി ആൾ വരാനുള്ളതാണ്. ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം നടക്കുന്നതിന് മുമ്പേ ഒരുക്കം. അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു നന്മ തരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഒരു ഒരുക്കം തുടങ്ങും. അപ്പം നമുക്ക് എന്ത് തോന്നും? ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണമെന്ന് തോന്നും, ഒരു ധ്യാനം കൂടിയാലോ എന്ന് തോന്നും, പോയി നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചാലോ എന്ന് തോന്നും. ഇന്ന് ഈ ധ്യാനമൊക്കെ ഒരു നിയോഗത്തോടെ മുഴുവനൊന്ന് പങ്കെടുക്കണമെന്നൊക്കെ ആരും പ്രസംഗിക്കാതെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാവും. അങ്ങനെ നിങ്ങൾ തോന്നിയത് കൊണ്ടാണ്, ഒരു ഉൾപ്രചോദനം കിട്ടിയോണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ ആ പ്രചോദനത്തെ കാണുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. നിങ്ങളിൽ ഒരനുഗ്രഹം എത്തിക്കാൻ ദൈവം ചില ഒരുക്കം നടത്തുക നിങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ. ഞാൻ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ വിശ്വസിച്ചത്. ഞാൻ ചിന്തിച്ചത്, ചുമ്മാ ഒരു ധ്യാനത്തിന് പോകുന്നു, അവിടെ പോയി കുറേ പാട്ട് പാടുന്നു, കുറച്ചു നേരം കൈയടിക്കുന്നു, അവിടെ കുറച്ചുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഞാൻ പോകുന്നു. അതിനെ നമുക്ക് സാധാരണ പോലെ കാണാം. പക്ഷെ അതിലൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ടാണ്. അങ്ങനെ ഇപ്പം നിങ്ങൾ ചിലരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും ഇങ്ങനെ ധ്യാനമൊന്നും കേൾക്കുന്നതേ അവർക്ക് ഇഷ്ടമല്ല. അവരൊന്നും ഇങ്ങനെയുള്ളൊരു ഭക്തരൊന്നും അല്ല. പക്ഷെ കൊണ്ടുവന്നവർ പോലും ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഈ വ്യക്തി എന്താ വന്നേ, സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമെന്ന്.
ഇങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന നടക്കുന്നിടത്ത് ഇദ്ദേഹം വന്നിരിക്കുന്നു. അത് ആ വ്യക്തിയെ ദൈവം എന്തോ ഒരു നന്മ കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ ദൈവം നമ്പുരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സർവശക്തനായ ദൈവം ആ വ്യക്തിയെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ. ആ വ്യക്തി ഒന്ന് പ്രാർത്ഥിക്കണം, നന്നായിട്ട് കൈയടിച്ചൊന്ന് പാടണം, ഒന്ന് ആരാധിക്കണം എന്നെല്ലാം തോന്നുകയാണ്. അത് ദൈവം നിങ്ങളിൽ എന്തോ ഒരു നന്മയ്ക്ക് ഒരുക്കുന്നതാണ്. God is preparing you for a great blessing. ഒരു വലിയ അനുഗ്രഹത്തിന് ശരീരത്തെ മനസ്സിനെ ദൈവമായിട്ട് ഒരുക്കും. ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞേ, എൻ്റെ ഭർത്താവ് അങ്ങനെ പള്ളിയിലൊന്നും പോവില്ല, എൻ്റെ ഭർത്താവ് ഭക്തനാ, വലിയ ഭക്തിയൊന്നുമില്ല, പക്ഷെ പുള്ളി പുറത്തൊന്നും വലിയ പ്രാർത്ഥനയുടെ പ്രകടിപ്പിക്കലൊന്നുമില്ല. ആണ്ട് ആ ഭാര്യ പറയാണ്, 2 പ്രാവശ്യം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാര്യ പണ്ട് പറയുമായിരുന്നു, ഒന്ന് വാ, അന്നേരം വരത്തില്ലായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു, നീ വേണേ പൊക്കോളാൻ പറയും, നീ വേണേ പൊക്കോ, ഞാൻ വരുന്നില്ല, എന്നെ വിളിച്ചേക്കരുത്. പക്ഷേ ഈ പുള്ളിയോടൊന്നും പറഞ്ഞില്ല, തന്നെ ഇങ്ങ് പോന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ദുഃഖം എന്താണെന്നറിയാമോ? അവരുടെ മകൾക്ക് എത്രയോ കല്യാണാലോചന വന്ന് ആ കല്യാണാലോചനയൊന്നും അങ്ങനെ റെഡി ആകുമെന്നങ്ങ് ചിന്തിക്കും, പക്ഷേ എന്തോ കുഞ്ഞു കാര്യത്തിന് കല്യാണം മുടങ്ങിപ്പോവാണ്. അപ്പോൾ ആ മനുഷ്യൻ മനസ്സിലൊരു വിഷമം. അപ്പോൾ അദ്ദേഹം അങ്ങനെ മനസ്സിൽ തോന്നി ഒന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ 2 വെള്ളിയാഴ്ച ഇവിടെ വന്നു. ഇന്ന് വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ എന്തെന്നാലും ആ വ്യക്തിയെ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു പ്രാർത്ഥനയല്ലാത്തൊരു ദിവസം വന്നിട്ട് പറഞ്ഞു, നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട് എൻ്റെ മകൾക്ക്, അത് നടക്കേണ്ടതാണെങ്കിൽ നടക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം അങ്ങനെ ചോദിക്കുന്ന ആളോ പറയുന്ന ആളോ അല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര അത്ഭുതം, ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ മാറിപ്പോയെന്ന് ചിന്തിക്കുന്നു. മാറിപ്പോയെന്ന് ചിന്തിക്കുന്നു. ആ കുടുംബത്തിൽ അവർ വിചാരിക്കുന്നേക്കാൾ നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു ബന്ധം വന്നു. അപ്പോൾ ഞാൻ അതിനെ പിന്നീട് ചിന്തിച്ച, അങ്ങനെ ഒരു അനുഗ്രഹം വരാൻ ആദ്യം ആ മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം ചില ഒരുക്കം തുടങ്ങി. ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്നു, ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് ആരാധിക്കണം, ദൈവസന്നിധി നിയോഗം എഴുതി വെച്ച് എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു വിഷമം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അന്നേ അദ്ദേഹത്തിന് തന്നെ തോന്നി. ആ കുടുംബത്തിൽ ഒരു നന്മയുണ്ടായി, ഒരു അനുഗ്രഹമോടെ ഉണ്ടായി. ചില അനുഗ്രഹങ്ങളിലേക്കുള്ള ആ റൂട്ടിലാണ് നമ്മുടെ ഓരോരുത്തരും ഉള്ളത്. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും മേടിച്ചെടുക്കാൻ പഠിക്കണം. അത് പഠിക്കുന്ന സ്ഥലമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒച്ച വെക്കുകയല്ല, നമുക്ക് എന്തൊക്കെയോ കാറിക്കൂകി ബഹളം വയ്ക്കുകയല്ല, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പഠിക്കുകയാണ്. വണ്ടി ഓടിക്കാൻ പഠിക്കണോ? വണ്ടി ഓടിക്കാൻ പഠിക്കാത്തവൻ വണ്ടി ഓടിച്ചാൽ വണ്ടി കൊണ്ടോ ഇടിക്കും, നഷ്ടമുണ്ടാക്കും, പ്രശ്നമുണ്ടാകും, കേസാവും. ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം. അത്രയൊന്നും വലിയ പാടില്ല അനുഗ്രഹം സ്വീകരിക്കാൻ പഠിക്കാൻ. ഒരാൾ പറഞ്ഞതുപോലെ, ഞങ്ങളുടെ കൊച്ചിന് ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കെമിസ്ട്രി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മേടിച്ചെടുക്കാൻ പഠിക്കാൻ ഇത്രയും വലിയ പാടൊന്നുമില്ല. ഒരു നല്ല മനസ്സും ഒരു ഹൃദയവും ഒരു നല്ല വിശ്വാസവും ഉണ്ടെങ്കിൽ അനുഗ്രഹം മേടിക്കാൻ ആ വ്യക്തി പഠിച്ചു കഴിഞ്ഞു. ആ വ്യക്തി അനുഗ്രഹത്തിൽ ജീവിക്കാൻ തുടങ്ങും. അനുഗ്രഹം എന്ന വിഷയത്തെക്കുറിച്ച് 1 മണിക്കൂർ പ്രസംഗിക്കുകയല്ല എൻ്റെ ഡ്യൂട്ടി. അനുഗ്രഹം എന്ന വിഷയം പ്രസംഗിക്കാൻ മാത്രമല്ല, അത് അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. എനിക്ക് വേണം അനുഗ്രഹം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സർവശക്തനായ ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹം നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് വേണം ആരാധിക്കാനും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും. 2 കാര്യം പഠിക്കണം. ജീവിക്കാനും പഠിക്കണം, ജീവിതവും പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? ജീവിക്കാൻ പഠിക്കണം. ജീവിക്കാൻ നീ പഠിച്ചിട്ടില്ല എന്ന് ചിലരോട് പറയില്ലേ, നിനക്ക് ഇത്ര ഈ കണ്ട പ്രായം വരെ നീ ജീവിച്ചിട്ട് നീ എനിക്ക് ജീവിക്കാൻ പഠിച്ചിട്ടില്ല. നീ ചിലരോട് പറയില്ലേ, നീ അനുഭവിച്ചതൊന്നും പോരാ,
നീ ഇതുവരെയായിട്ടും ജീവിതം എന്നാന്ന് പഠിച്ചിട്ടില്ലെന്ന്. ജീവിക്കാനും പഠിക്കണം, ജീവിതം എന്താണെന്നും പഠിക്കണം. ഇത് രണ്ടും പഠിക്കുമ്പോൾ നല്ലൊരു ജീവിതത്തിലേക്ക് ദൈവം നടത്തും. ജീവിക്കാനും പഠിക്കണം, ജീവിതവും പഠിക്കണം. ജീവിതം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ഒരു ദൈവവചനമാണ്. വളരെ മനോഹരമായ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ട്. സങ്കീർത്തനം 55 അധ്യായം 22 വാക്യം. സങ്കീർത്തനം 55:22. കേൾക്കുമ്പോൾ തോന്നുന്നു ഇതാണോ പറയാൻ പോകുന്നതെന്ന്. സങ്കീർത്തനം 55:22 ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ ഭാരം, ആ ഭാരം, കടഭാരം, രോഗഭാരം, മക്കളെ ഓർത്തുള്ള സങ്കടം, അതൊരു ഭാരമാണ്. സാമ്പത്തിക പ്രശ്നം, അതൊരു ഭാരമാണ്. എന്നെ പലരും ഒറ്റപ്പെടുത്തുന്നു, എന്നെ കളിയാക്കുന്നു, വിമർശിക്കുന്നു, ഇതെല്ലാം ഒരു ഭാരമാണ്. ബൈബിൾ പറയുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നോക്കൂ, ദൈവം പറഞ്ഞത് ഇങ്ങനെയല്ല, നിന്റെ ഭാരം ഇങ്ങ് കാണിച്ചേ, ഞാനത് തൂക്കി നോക്കിയിട്ട് എത്ര കിലോ ഉണ്ടോ നോക്കിയിട്ട് നിനക്ക് തിരിച്ചു തരാമെന്നല്ല. നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിച്ചാൽ നീ ഫ്രീ ആവും. നിന്റെ യാത്ര കുറെ കൂടി എളുപ്പമുള്ളതായി മാറും. നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് തൂക്കി നോക്കിയിട്ട് തിരിച്ചു തരൂ. നല്ല അടുത്ത വാക്യം, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീ താഴെ പോകാതെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. എങ്ങനെ അത് കൊടുക്കും? അത് വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ അത് കൊടുത്തു വേണം. കർത്താവ്, എൻ്റെ ഈ സങ്കടത്തെ നിന്റെ കരങ്ങളിൽ ഞാൻ തന്നു പ്രാർത്ഥിക്കുകയാണ്, അത് നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ വചനപ്രകാരം അവിടുന്ന് നിന്നെ അത് താങ്ങിക്കൊള്ളും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. നീതിമാൻ കുലുങ്ങാൻ. ഇത്രയും ഭാരം ജീവിതത്തിലുണ്ടെങ്കിൽ നീ താന്നു പോകും, ചിലപ്പോൾ തളർന്നു പോകും, ചിലപ്പോൾ വാടിപ്പോകും. പക്ഷെ പറയാണ്, നിന്റെ ഭാരം എന്നെ ഏൽപ്പിച്ചാൽ നീ ഒരെവിടെയും കുലുങ്ങിപ്പോലും പോവുകയല്ല. ഇത്രയും ഭാരം ഇരുന്നിട്ട് കുലുങ്ങി പോവുകയല്ലെന്നോ. ദൈവകരങ്ങളിൽ എൻ്റെ ഭാരത്തെ ഏൽപ്പിച്ചാൽ ജീവിതം എവിടെയും കുലുങ്ങിപ്പോകാൻ, തകർന്നു പോകാൻ സ്വർഗത്തിലെ എൻ്റെ ദൈവം ഈ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വചനത്തിലൂടെ പറയുന്നു, നീ കുലുങ്ങിപ്പോകാൻ, തകർന്നു പോകാൻ, വീണു പോകാൻ സമ്മതിക്കുകയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് സമ്മതിക്കുകയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അതുപോലെ ദൈവത്തിന്റെ കരുതൽ നിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അടുത്ത വചനം പ്രധാനപ്പെട്ടതാ. അത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ ഭാരവും ഒന്ന് ആ കസേര ഇരുന്നുകൊണ്ട് തന്നെ, അല്ല നിലത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട്, ഇത് ദൂരെ ഇരുന്ന് കേൾക്കുന്ന ഒരാളായിരിക്കാം, ഇത് ഓൺലൈനിൽ നാളെ ഒരു സമയത്ത് കാണുമായിരിക്കാം. അടുത്ത വചനം കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാരം, എൻ്റെ മനസ്സിനകത്തെ ഭാരം ഞാൻ ആരോടാ പറയണ്ടേ? ഇത് പറഞ്ഞാൽ അവരൊക്കെ എന്നാ ചിന്തിക്കും? ഞാനിത് എത്ര നാളായി ഇത് കൊണ്ടു നടക്കുന്നു, ദൈവമേ എൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനമാകുന്നില്ലല്ലോ, എൻ്റെ കാര്യങ്ങളിൽ മുഴുവൻ തടസ്സമാണല്ലോ. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ഭാരം അത് രോഗമാകാം, സങ്കടമാകാം, പ്രശ്നങ്ങളാകാം, പ്രതിസന്ധികളാകാം, ബാധ്യതകളാകാം, നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാകാം, അത് ദൈവത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. നിന്റെ കുടുംബത്തെ, ദൈവമേ എൻ്റെ കുടുംബത്തെ താങ്ങാൻ ആരാ ഉള്ളത്? എനിക്ക് ആരും ഇല്ലല്ലോ എൻ്റെ കുടുംബത്തെ ഈ അവസ്ഥയിൽ താങ്ങാൻ, എൻ്റെ കൂടപ്പിറപ്പ് പോലും ഇല്ലല്ലോ. ബൈബിളിലെ ഇന്നും ജീവിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന്. എനിക്ക് ആരുമില്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ ആരുമില്ലല്ലോ, എൻ്റെ മക്കളുടെ കാര്യം അന്വേഷിച്ച് ആരുമില്ലല്ലോ, ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നിന്നെ താങ്ങാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം താങ്ങാൻ തുടങ്ങുമ്പോൾ
നീ കുലുങ്ങിപ്പോലും പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. കുലുങ്ങിപ്പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. ഞങ്ങളത് ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ വിശ്വാസം ഞാനൊന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാനത് വിശ്വസിച്ചെടുക്കുകയാണ്. കർത്താവേ, അങ്ങ് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങ് വചനത്തിൽ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ ഭാരം ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. ആമേൻ. എന്നിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഭാരത്തെ, എന്റെ പ്രതിസന്ധിയെ, എന്റെ രോഗത്തെ, എന്റെ സങ്കടത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഏൽപ്പിച്ചു തരുന്നു. ഏൽപ്പിച്ചു തരുന്നു. ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് എന്നെ താങ്ങിക്കൊള്ളും. ഞാൻ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കില്ല. ഞാൻ തകർന്നു പോകാൻ സമ്മതിക്കില്ല. എന്റെ ദൈവം എന്നെ താങ്ങിക്കൊള്ളും. എന്റെ ദൈവം എന്റെ കരം പിടിച്ചെന്നെ താങ്ങും. വിശ്വാസത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ താങ്ങുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ താങ്ങിയാൽ ഇട്ടിട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോകും. ദൈവം ഒരിക്കലും നിന്നെ ഇട്ടിട്ട് പോകത്തില്ല, ഉപേക്ഷിച്ച് പോകില്ല. നീ കുലുങ്ങിപ്പോകാൻ പോലും സമ്മതിക്കില്ല. ആമേൻ. ഇത്രയും ഭാരം ഉണ്ടായിട്ടോ അയ്യോ എല്ലാവരും പറയുന്നത് നീ കുലുങ്ങിപ്പോകുന്ന, പക്ഷെ ദൈവം പറയുന്നു നീ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കില്ല. ആമേൻ. അടുത്ത ഒരു വാക്യം ഞാൻ വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 11 മുതലുള്ള വാക്യമാണ്. ഒരു വളരെ വളരെ വചനപ്രഘോഷണമായിട്ട് പ്രസംഗമായിട്ട് കേൾക്കരുത്, ദൈവത്തിൻ്റെ മനസ്സായിട്ട് കേൾക്കണം. ഇവിടെ നിങ്ങൾ വന്നത് ഒരു പ്രസംഗം കേട്ടിട്ട് പോകാൻ മാത്രമല്ല. ആ കേൾക്കുന്ന പ്രസംഗം ആ ഗേറ്റ് കയറുന്ന വണ്ടി സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് മറന്നു പോവും. പക്ഷെ ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാനാണ്. ആ ലാംഗ്വേജ് അറിയണം. ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചവൻ അത് വായിച്ചേച്ച് പറയും, ഇതുപോലെ ചെയ്യാൻ പറയും. ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാൻ അറിയാത്തവൻ 10 മണിക്കൂർ ഇരുന്നാലും ഒരാളുടെയും പ്രശ്നം പരിഹരിക്കില്ല. അവൻ ഉപദേശിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ളവൻ 10 മണിക്കൂർ കൊണ്ട് തീരാത്ത പ്രശ്നം 5 മിനിറ്റ് കൊണ്ട് അവന് ദൈവത്തിൽ നിന്ന് കേട്ടേച്ച് പറഞ്ഞു കൊടുക്കും. നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാൻ ഒരു കഴിവ് എനിക്ക് തരണമെന്ന്. ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ള അമ്മമാരുണ്ടാകണം, അപ്പന്മാരുണ്ടാകണം. ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ വരത്തില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഏത് ബുക്കിലാണ് എഴുതിയിരിക്കുന്ന അറിയാമോ? എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതെൻ്റെ മനസ്സിൽ. ദൈവം പറയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. അത് വായിക്കാൻ പഠിക്കണം. അത് വായിക്കാൻ പഠിക്കാത്തതുകൊണ്ടാണ് പലരും ഇന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത്. ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ദൈവത്തിന് മനസ്സ് വായിക്കാൻ അറിയാത്തവർ ചിലരെ ഇഷ്ടപ്പെട്ടു, വീട്ടുകാർ പറഞ്ഞു വേണ്ടെന്ന്, കൂടപ്പുറപ്പ് പറഞ്ഞ് ആ ബന്ധം വേണ്ട, എനിക്കിത് മാത്രം മതി എന്നും പറഞ്ഞ് ബഹളം വെച്ചു. ഇന്ന് 1 വർഷം 2 വർഷം 3 വർഷം കഴിഞ്ഞു. ഇന്ന് അത് ആകെ തകർന്ന് തരിപ്പണമായ ഒരു ഡിവോഴ്സിൻ്റെ വക്കിൽ ചെന്ന് നിൽക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സ് നീ വായിക്കാൻ പഠിച്ചായിരുന്നെങ്കിൽ ഇന്ന് ആ പ്രശ്നം അവിടെ വരില്ലായിരുന്നു. ഒരാളുടെ വാക്ക് കേട്ടിട്ട് കുറച്ച് സ്ഥലം മേടിച്ചു കഴിഞ്ഞ് ഇപ്പോൾ അത് ഒരു രക്ഷയില്ല അത് വിൽക്കാൻ. ദൈവത്തിൻ്റെ മനസ്സ് നീ വായിക്കാൻ അറിയായിരുന്നെങ്കിൽ അന്ന് ആ സ്ഥലം ഒറ്റ ബുദ്ധിക്ക് പോയി മേടിക്കില്ലായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സ് നിനക്ക് വായിക്കാൻ അറിയായിരുന്നെങ്കിൽ അത്രയും പൈസ എടുത്ത് ഒരു ബുക്കും പേപ്പറും ഇല്ലാണ്ട് ആ പൈസ ആ വ്യക്തിക്ക് കൊടുക്കില്ലായിരുന്നു. പലതും നമ്മൾ ചെയ്യില്ല. ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചാൽ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പലതും നമ്മളിപ്പോൾ ചെയ്യില്ല. നമ്മുടെ ലൈഫ് കുറെ കൂടി നല്ല വിജയത്തിലേക്ക് പോകാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കുന്ന അത്രയും പാടൊന്നുമില്ല മനസ്സ് വായിക്കാൻ. ദൈവത്തിൻ്റെ മനസ്സ് ഒരു 5 മിനിറ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെലവിടാൻ പറ്റുമോ? സത്യസന്ധതയോടെ വായിക്കാൻ പറ്റും. ഒരു സ്ക്രീനിൽ എന്ന പോലെ ദൈവത്തിൻ്റെ മനസ്സ് നിന്നെക്കുറിച്ചുള്ളത് ദൈവം നിനക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ എഴുതി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ ഇന്നിവിടെ വന്നത്, അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒത്തിരി ആളുകൾ ഇന്ന് കാണുന്ന
നിയോഗ പ്രാർത്ഥന അല്ലെങ്കിൽ ഡെയിലി ബ്ലെസ്സിങ്, അതെവിടെ നിന്ന് കിട്ടി ഈ ആശയം? ഒരു കാലത്ത് അധികമാരും പ്രാർത്ഥിക്കാൻ വരാത്ത ഈ സ്ഥലത്ത്, അധികമാരും എത്തിപ്പെടാൻ പോലും ബുദ്ധിമുട്ടുള്ള ഈ സ്ഥലത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ കണ്ടൊരു വാക്കാണ്. ഈ ആലയത്തെക്കുറിച്ചുള്ള ദൈവഹിതം ഒരിക്കൽ വായിച്ചു. നിയോഗം, ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട്. ദൈവവചനത്തിൽ വിശ്വസിച്ചൊരു പ്രാർത്ഥന, അത് ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണിത്. സ്വർഗത്തിലെ ദൈവമാ ആ പ്രാർത്ഥന ഇവിടെ ഉദ്ഘാടനം. എവിടെ നിന്ന് കിട്ടി ഈ ആശയം? ഈ വാക്ക് എവിടെ നിന്ന് വന്നു? അത് ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നാ അത് വായിച്ചത്. ഡെയിലി ബ്ലെസ്സിങ്, ആ വാക്ക് ഞാൻ ആദ്യം വായിച്ചത് ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നാണ്. നിയോഗ പ്രാർത്ഥന ആദ്യം വായിച്ചത് വേറൊരു ബുക്കിൽ നിന്നല്ല. അത് ഇവിടെയുള്ള ആരും ആ പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിൽ ഈ ആലയത്തെക്കുറിച്ചും ഈ നിൽക്കുന്ന എന്നെക്കുറിച്ചും ഈ ഇരിക്കുന്നവരെ കുറിച്ചൊക്കെയും ദൈവത്തിൻ്റെ മനസ്സിൽ ചിലർ എഴുതിയിട്ടുണ്ട്. അത് വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചില ബന്ധങ്ങളെ ഒഴിവാക്കും. അത് വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുക്കത്തില്ല. നമ്മൾ അന്ധമായി ആരെ വിശ്വസിക്കില്ല. ദൈവത്തിൻ്റെ മനസ്സ് വായിക്കണം. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാട്ടുകാരനോട് ചേർന്നൊരു കൈകൊട്ട് പാട്ടുപാടി കുറേ കേട്ടു, പോയപ്പോഴേ അതെല്ലാം മറന്നുപോയി. അത്രയും പോരാ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ് ഒരു സെൻറ്റൻസ് എങ്കിലും വായിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും, എന്താ പഠിക്കണ്ടേ, എങ്ങോട്ടാ പോകണ്ടേ, എന്താ തീരുമാനിക്കണ്ടേ, ഈ സ്ഥലം വിൽക്കണോ, ഈ വീട് മേടിക്കണോ, ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എടുത്തു ചാടി തീരുമാനമെടുത്ത പലരും ഇന്ന് കരയുവാണ്. അന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതാ, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞതാ, എൻ്റെ പിള്ളേരെന്നോട് പറഞ്ഞതാ, എൻ്റെ സഹോദരനോട് പറഞ്ഞതാ വേണ്ടെന്ന് ഞാൻ എൻ്റെ ബുദ്ധിക്ക് ചെയ്തു. ദൈവത്തിൻ്റെ മനസ്സ് ചിലരുടെ നാവിലൂടെ വരും. ചിലർ നമ്മൾ പറയില്ലേ, ഡാ ആ ബന്ധം നിനക്ക് ചേരൂല, നീ ആ സ്ഥലം വിറ്റ് കളയല്ലേ, ഈ വണ്ടി നീ മേടിച്ചോ, ആ വണ്ടി നീ മേടിക്കണ്ട. ഇയാളാരാ എന്നോട് പറയാം, എൻ്റെ കയ്യിലെ പൈസ കൊണ്ട് ഞാൻ സ്ഥലം മേടിക്കും, വീട് മേടിക്കും, ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ പറയരുത്. ദൈവത്തിൻ്റെ മനസ്സ് അയാളിലൂടെ നമ്മളെ കേൾപ്പിച്ചതാണെങ്കിലോ? ചിലപ്പോൾ നമുക്ക് തോന്നും ഇയാളാരാ എന്നോട് പറയാൻ, പക്ഷെ അയാളിലൂടെ ചിലപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അച്ഛാ ഈ കാര്യമൊക്കെ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, അയാളാരാ ഞാനല്ല തീരുമാനം അല്ല, ചിലപ്പോൾ ആ വ്യക്തിയിലൂടെ ആയിരിക്കും ദൈവം എന്നോട് സംസാരിച്ചത്. ദൈവത്തിൻ്റെ മനസ്സ് ആ വ്യക്തിക്ക് തോന്നിക്കാണും. പറ, ആ കാര്യം ചെന്ന് പറ, അയാളോട് പോയി പറ, ആ മക്കളോട് പറ, ആ ശുശ്രൂഷകനോട് പറ. ദൈവം ചിലത് പറയുമ്പോൾ അതൊക്കെ ചിലർ ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചിട്ടാ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരുപാട് പേര് ചിരിച്ചോണ്ടല്ല പലരും വന്നത്, കരഞ്ഞുകൊണ്ടാണ്. കരഞ്ഞുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന പലരും കയ്യിൽ മിക്കവരും തുവാലയെടുത്ത് കണ്ണ് തുടച്ചിട്ടാണ് പോയത്. ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചത് പറയുമ്പം അന്നേരെ സങ്കടമാണ്, അന്നേരെ വിഷമമാണ്, അന്നേരെ പെട്ടെന്ന് സങ്കടം വന്ന് കരഞ്ഞു പോവുക. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറയുക, ആ സങ്കടം വന്നപ്പോൾ എല്ലാം പറയാൻ മറന്നുപോയി, എനിക്ക് കുറേ കൂടെ കാര്യം പറയാനുണ്ട്. വേറൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവമേ നിൻ്റെ മനസ്സ് കാണാനാ വായിക്കാൻ എനിക്കൊരു സകല സമയം തരണേന്നൊന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 11 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. യഹോശാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ? എന്താ ചോദിച്ചത്? ഞാൻ വായിച്ച് കേൾപ്പിക്കുക. 1-ാമത്തെ, യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചു, ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ആരും ഇവിടെ ഇല്ലേ? അതാ ചോദിച്ചത്. ദൈവത്തിൻ്റെ ഹിതം അറിയാൻ കൊള്ളുന്ന ആരും ഇല്ലേ ഇവിടെ? ഇവിടെ മനുഷ്യന്മാർ കുറേ പേരുണ്ട്, ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ആരും ഇല്ലേ എന്ന് ചോദിച്ചു. ഇത് 5 വർഷത്തെ മുമ്പുള്ള കാര്യമല്ല പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ചോദിച്ചു, ദൈവത്തിൻ്റെ ഹിതം ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു, ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ, അതായത് പ്രൈം മിനിസ്റ്ററുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഇസ്രായേൽ രാജാവ്. ഇന്ന് പോലും അദ്ദേഹത്തിൻ്റെ പവർ എന്നാണെന്നറിയാം. ഒരു രാജാവിന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ പവർ. ആ ചെറിയ രാജ്യമാണേലും ലോകത്തെ ഭരിക്കുന്ന ഒരു രാജ്യമാണ്. ലോക നേതാക്കന്മാരിൽ
മുഖ്യമായൊരു സ്ഥാനമുള്ള ഒരാളാണ്. അമേരിക്ക പോലും ഭയപ്പെടുന്ന രാജ്യമാണ് ഇസ്രായേൽ. പിണക്കത്തില്ല, ഇസ്രായേലിനെ പിണക്കില്ല ആരും. ബുദ്ധിയുള്ള ആരും ഇസ്രായേലിനെ പിണക്കാൻ നിൽക്കില്ല ആരും. അന്നത്തെ കാലത്ത് ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ ഒരു പണിക്കാരൻ, സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും. അയ്യോ, ഒരാളുടെ യോഗ്യത നോക്ക്. ഏലിയ ഭക്ഷണം കഴിച്ചപ്പോൾ കയ്യെ വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരുത്തരും ഇവിടെ ഉണ്ടെന്ന്. വചനപ്രഘോഷകനായ ഒരു പുള്ളി ഇവിടെ ഉണ്ടെന്നല്ല, ധ്യാനഗുരുവായ ഒരു പുള്ളി ഇസ്രായേലുണ്ടെന്നല്ല പറഞ്ഞത്. ഏലിയായുടെ കയ്യിൽ, ഏലിയ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഭക്ഷണം കഴിച്ച് ചെന്നപ്പം കയ്യേൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന്. നിങ്ങളെ ഒരു നമ്മൾ ചിലർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, അങ്ങനെ ഒരു പുള്ളി ഇവിടെ ഉണ്ടെന്ന്. ആ ഒരു വ്യക്തിക്ക് കൊടുത്ത യോഗ്യതയാണ് ഭക്ഷണം കഴിച്ച ആളുടെ കയ്യെ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന്. ഒരു കുഞ്ഞ് ശുശ്രൂഷയാണത്. എന്താ ശുശ്രൂഷ ചെയ്ത്? കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ ചിന്തിക്കുന്ന കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തത് സ്വർഗത്തിലെ ദൈവം അത് കണ്ടിട്ടുണ്ട്. ആമേൻ. നമ്മൾ വിചാരിക്കും ഒരു കടലാസിൽ എഴുതി, അത് നനഞ്ഞാൽ അന്നേരം കീറിപ്പോകുന്ന ഒരു കടലാസിൽ എഴുതി ഈ ബക്കറ്റിനകത്ത് ഇട്ടത് അച്ഛൻ കാണുമോ? ഇവിടെയുള്ള ശുശ്രൂഷകർ അത് കണ്ട് പ്രാർത്ഥിക്കുമോ? ദൈവത്തിനറിയാം. നിങ്ങൾ ആ കടലാസിൽ എഴുതി ഇതിനകത്ത് ഇട്ടത് സ്വർഗത്തിലെ ദൈവം മനുഷ്യർ കണ്ടില്ലേലും ദൈവം അത് കണ്ടിട്ടുണ്ട്. ഏലിയയുടെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു പുള്ളി ഇവിടെ ഉണ്ടെന്ന്. MA BEd കഴിഞ്ഞ ഒരുത്തിനും ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, കയ്യെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ ഏലീശ ഉണ്ട്. ഏലീശ എന്നൊരു പുള്ളി ഇവിടെ ഉണ്ട്. പുള്ളിക്ക് ദൈവത്തിന്റെ മനസ്സ് വായിക്കാൻ അറിയാമെന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞു. ദൈവത്തിന്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ളവൻ, അതാണ് അവന്റെ സമ്പത്ത്. ആമേൻ. അവനെ ആർക്കും തോൽപ്പിക്കുക സാധ്യമല്ല. ആമേൻ. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ 10 കോടി രൂപ അടുക്കിയിരിക്കുന്നേക്കാൾ വിലയാണ് അവൻ കണ്ണടച്ചാൽ ദൈവത്തിന്റെ മനസ്സും അതിലെഴുതിയ അക്ഷരവും അവൻ കൂട്ടി വായിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, അന്നത്തെ കാലത്തെ ഒരാൾ ചോദിച്ചു, ദൈവത്തിന്റെ മനസ്സ് വായിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറയാണ്, ഏലിയ എന്ന് പറയുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചപ്പോൾ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ കഴിച്ചു കഴിഞ്ഞോ കയ്യിലെ വെള്ളം ഒഴിച്ചു കൊടുത്ത ഇന്നയാളുടെ മകൻ ഏലീശ അവിടെ ഉണ്ടെന്ന്. ഏലീശ അവിടെ ഉണ്ടെന്ന്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ വചനത്തിൽ ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു, ദൈവവചനം പ്രസംഗിക്കുന്ന ഞാൻ അറിയപ്പെടണം, എനിക്ക് ആളാകണം, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ കയറി ഷൈൻ ചെയ്യണം, എനിക്ക് വലിയ സംഭവമാകണം. ഇങ്ങനെയൊക്കെ ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആഗ്രഹത്തിൻ്റെ താളിനെ 100% ആ ബുക്കിൽ നിന്ന് വലിച്ചു കീറിയിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ആ ആഗ്രഹത്തെ ഞാൻ കൊന്നുകളഞ്ഞതാണ്. ഏതാഗ്രഹത്തെ? എനിക്ക് ആളാകണം, പുള്ളിയേക്കാൾ വലുതായിട്ട് പ്രസംഗിക്കണം, പുള്ളിയേക്കാൾ വലിയ അത്ഭുതം ചെയ്യണം. ഒരു കാലത്ത്, അറിവില്ലാത്ത കാലത്ത് ഇതൊക്കെ തലേ ചുമന്ന് നടന്നിട്ടുണ്ട് ആളാകാൻ വേണ്ടി. അന്ന് എവിടെയും ആളായിട്ടില്ല. അന്നൊക്കെ പലരുടെ മുമ്പിൽ നാണം കെട്ട് തിരിച്ചു പോരേണ്ടി വന്നു. അത് കഴിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയരണം, എൻ്റെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചൊരു സമയത്തൊരു കാര്യം പറയാം. നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഒരാളുടെ പ്രസംഗം കേൾക്കുക, എൻ്റെന്നല്ല ആരുടേതുമാകട്ടെ, അതൊരു നല്ല പ്രസംഗമാണെന്ന് നിങ്ങൾക്ക് തോന്നുക. ഇന്ന ഒരാൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം, ഇത് കൊള്ളാവല്ലോ, എൻ്റേത് മാത്രമൊന്നല്ല ആരുടേതുമാകട്ടെ, നിങ്ങൾക്കത് നന്മയായിട്ടും അനുഗ്രഹമായിട്ടും തോന്നിയാൽ ആ വിരൽ കൊണ്ട് അത് നിങ്ങൾ ചില പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു വിരലാണ്. ഒരു വിരൽ. ആ വിരൽ ചലിക്കുമ്പോഴാണ് ഈ വചനം അങ്ങുള്ളൊരാൾക്ക് പോകും. ദൈവത്തിൻ്റെ വചനത്തെ വേറൊരാൾക്ക് കൊടുക്കാൻ ഈ വിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ പുസ്തകത്തിൽ അത് മായാതെ എഴുതി വെച്ചിട്ടുണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഏലിയ എന്നൊരു പുള്ളിയുണ്ട്. ആ പുള്ളി കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ഏലീശ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. MA BEd അല്ലെങ്കിൽ PG കഴിഞ്ഞൊരു പയ്യൻ ഇവിടെയുണ്ട്. അവനെ വിളിച്ച് അവനെ കൊണ്ട് വായിപ്പിക്കുക അല്ല, ഒരു കുഞ്ഞ് ശുശ്രൂഷ. ഒരാൾ ഭക്ഷണം കഴിക്കപ്പോഴോ കഴിക്കുന്നതിന് മുമ്പോ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകരും ശ്രദ്ധിക്കണം. അയ്യോ, എനിക്ക് വലിയ ശുശ്രൂഷയില്ലല്ലോ,
നിങ്ങളുടെ ശുശ്രൂഷ ആരും ശ്രദ്ധിക്കാത്ത കുഞ്ഞൊരു കാര്യമായിരിക്കും, പക്ഷെ അത് കാണുന്നൊരു ദൈവമുണ്ട്. ആമേൻ. അത്രയും കഴിഞ്ഞിട്ടില്ല. അടുത്ത കാര്യം യഹോഷാഫാത്ത് പറഞ്ഞു. യഹോഷാഫാത്ത് പറഞ്ഞു. പറഞ്ഞ കാര്യം കേട്ടോണം. യഹോഷാഫാത്ത് പറഞ്ഞു, കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട്. ഒന്നും കൂടെ പറഞ്ഞത് മനസ്സിലായില്ല. കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട്. അതെങ്ങനെയാ അറിഞ്ഞത്? ദൈവവചനം കൂടെയുള്ളവർക്കാണ് ദൈവത്തിന്റെ മനസ്സ് വായിക്കാൻ പറ്റുക. ആമേൻ. എന്ന് എല്ലാ ദിവസവും നിയോഗ പ്രാർത്ഥനയോ ഡെയിലി ബ്ലെസ്സിങ്ങോ നിങ്ങൾ കേൾക്കുന്നത് എന്നെ അല്ല നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പ്രാക്ടിക്കലി എന്നെയാണെങ്കിലും നിങ്ങൾ സത്യത്തിൽ അറിയാൻ തുടങ്ങിയതും കേൾക്കാൻ തുടങ്ങിയതും ദൈവത്തെയും ദൈവത്തിൻ്റെ വചനവുമാണ്. ആമേൻ. യഹോഷാഫാത്ത് പറയാണ്, കർത്താവിൻ്റെ വചനം ഉണ്ട് ആൾക്ക്. നമുക്കില്ലാത്തത് അതാണ്. നമുക്കെല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ വചനം മാത്രമില്ല. ഒരാളെ അത്ഭുതകരമായി സഹായിക്കാനുള്ള ശക്തി വിശേഷം, അമാനുഷിക പവർ ഓരോ വചനത്തിനുമുണ്ട്. ഏത് പ്രതിസന്ധികളിലും നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള അമാനുഷിക ശക്തിയുള്ള ഒന്നാണ് ഓരോ വചനവും. ഓരോ വചനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമുള്ളവനെ അനുഗ്രഹം അന്വേഷിച്ചു വരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ കാര്യം പറയുവാണ്, അത് വായിക്കാം. അടുത്ത കാര്യം ദൈവത്തിന്റെ വചനം അവിടെയുണ്ട്. 12-ാം അടുത്ത വാക്യം വായിച്ചേ. ഇസ്രായേൽ രാജാവും. ദൈവത്തിന്റെ വചനം ഉള്ള ഒരാളെ തേടി ആരൊക്കെയാ പോകുന്നേ നോക്കൂ. ഇസ്രായേൽ രാജാവും യഹോഷാഫാത്തും ഏദോം രാജാവും അവന്റെ അടുത്തേക്ക് പോയി. എനിക്കിതൊട്ടും മനസ്സിലാകുന്നില്ല. രണ്ട് മൂന്ന് രാജാക്കന്മാർ പ്രധാനമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന 2-3 പേർ ദൈവവചനമുള്ള ആളെ അന്വേഷിച്ച് പോവുകയാണ്. അല്ല, ഓർഡർ ഇട്ടാൽ പോരെ, ഒരാളോട് പറഞ്ഞാൽ പോരെ, അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, രാജ്യത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ടാൻ പറ. വിളിച്ചുകൊണ്ട് വരാനല്ല പറഞ്ഞത്. 2 രാജാക്കന്മാർ യഹോഷാഫാത്തും ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമുള്ള ഒരാളെ തേടി നടന്നു പോവുകയാണ് ആ വ്യക്തിയുടെ അടുത്തേക്ക്. ഹല്ലേലൂയ. ചിന്തിക്കാൻ പറ്റുമോ ഇത്? ചിന്തിക്കാം. ഏലീശായെ രാജാക്കന്മാർ ഏലീശ ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. അയാൾ PG MD കഴിഞ്ഞാൽ വലിയ പുള്ളിയൊന്നുമല്ല. ആ ഏലിയ പ്രവാചകന്റെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തൊരു പുള്ളിയാണ്. പുള്ളിക്കൊരു ഒരു ഗുണമുണ്ട്. അദ്ദേഹം ദൈവത്തിൻ്റെ മനസ്സ് വായിക്കും. വായിച്ചിട്ട് പറയും. ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഒരു വാക്കൊക്കെ പറയുള്ളൂ. ചിലപ്പോൾ പറഞ്ഞു നിരിക്കും, ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്നിരിക്കും. പക്ഷെ ആ മനുഷ്യൻ ദൈവവചനമുള്ള ആളാ. ആ വ്യക്തിയെ തേടി രാജാക്കന്മാർ വരെ ഇറങ്ങി പുറപ്പെട്ടു ആ വ്യക്തി ഉള്ളിടത്തേക്ക്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവവചനം അകത്തുള്ള ഒരാളാണോ, അനുഗ്രഹം നിങ്ങളെ അന്വേഷിച്ചു വരും. നിങ്ങളുടെ പിറകെ അനുഗ്രഹങ്ങൾ തേടി തേടി വരുന്ന അനുഭവങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു വരും. ഞാൻ പറഞ്ഞത് സത്യമായൊരു യാഥാർത്ഥ്യം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യം 13-ാമത്തെ വാക്യം. ഏലീശ ഇസ്രായേൽ രാജാവിനോട് ഈ 2-3 രാജാക്കന്മാർ ഏലീശയുടെ അടുത്ത് ചെന്നപ്പോൾ ഏലീശ ഞെട്ടിപ്പോയി. ദൈവമേ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോളം പദവിയിലുള്ള 2-3 പേർ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഏലീശ പറഞ്ഞു, നിനക്കെന്തിനാണ്? ഏലീശ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നിനക്കെന്തിനാണ് എന്റെ സഹായം? അയ്യോ, ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ വലിയ വചനപ്രഘോഷകനും തമ്പ്രാനൊന്നും അല്ല. എനിക്കതിനുള്ള ഒന്നുമില്ല. പക്ഷേ ഈ ചെറിയ എനിക്ക് എന്ത് സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? രാജാക്കന്മാർ ചോദിച്ചു, ദൈവവചനമുള്ളവനോട് ഞങ്ങളെ സഹായിക്കണമെന്ന്. സഹായം എവിടുന്നാ വന്നേ? ദൈവവചനം ഉള്ള മനുഷ്യനിൽ നിന്നാ സഹായം വെളിപ്പെട്ടത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം വെളിപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ ആയിരിക്കും. ഈ വചനം കേൾക്കുന്ന നിങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനത്തിന്റെ വെളിച്ചമായി നാളുകളിൽ മാറാൻ പോകുന്നത്. God is preparing you. ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്തോ ഒരു നന്മ നിങ്ങളിൽ വരാനുണ്ട്. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. വിശ്വസിച്ചൊന്ന് കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, ഈ രാജാക്കന്മാർ, ഈ 3 രാജാക്കന്മാർ തേടിപ്പോയത് ആരെയാണെന്നറിയാമോ? ദൈവവചനമുള്ള ഒരാളെയാണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളിലേക്കൊക്കെ ചില നന്മകൾ വരുന്നത് നിങ്ങൾ ദൈവവചനത്തെ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളിൽ വന്ന് പറ്റി. ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. ഈ പുസ്തകത്തിലെ വാക്യങ്ങൾക്ക് അമാനുഷികമായൊരു ശക്തിയുണ്ട്, ഒരു ശക്തി വിശേഷമുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ഇത് പിള്ളേരുടെ പുസ്തകം പോലെ ഒന്നാണ്, അത് അവിടെ ഇരിപ്പുണ്ട്, ഒറ്റ വായനയാണ്, സ്പീഡിൽ വായിച്ച് അവിടെ വയ്ക്കുന്നു. ആ വായിച്ച വചനത്തിലെ അനുഗ്രഹം എടുക്കാൻ, സ്വീകരിക്കാൻ പഠിക്കണം. അത് പഠിക്കുന്നൊരു ചെറിയൊരു സ്കൂളാന്ന് കൂട്ടിക്കോ. ഇത് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചെടുക്കുകയാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു പുസ്തകം വചനം ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. വായിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം. അവിടെ ഒരു പേരാണ്, ഒരിക്കലും അധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ്, ഗിൽഗാൽ. ആ വാക്യം ഒന്ന് കേൾക്കുകയാണ്. അപ്പോൾ കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു. അവിടെ ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിന്റെ വാക്യമല്ലേ, 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഈജിപ്തിന്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഒന്നും കൂടെ കേട്ടെ, ഒരു അപകീർത്തി നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അപ്പൊ നീക്കിക്കളഞ്ഞത് ആരാ? ഒന്നും കൂടെ കേട്ടോ, ഞാൻ വായിക്കാം. അപ്പോൾ പ്രാർത്ഥന ഉയർന്നപ്പോൾ കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഈജിപ്തിന്റെ അപകീർത്തി നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, അതിനാൽ ഈ സ്ഥലം ഗിൽഗാൽ എന്ന് അറിയപ്പെടുന്നു. ജീവിതത്തിന്റെ ഗിൽഗാലിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ. അപകീർത്തിയാണ് അവിടെ മാറിപ്പോയതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ മാറിപ്പോകണം, ജീവിതത്തിലെ അനർത്ഥങ്ങൾ മാറിപ്പോകണം. നന്മ വെളിപ്പെട്ടു വന്ന നിങ്ങൾക്കും അനുഗ്രഹത്തിന്റെ ഗിൽഗാലിൽ നിൽക്കാൻ പറ്റണം. ജീവിതത്തിന്റെ ഗിൽഗാലിൽ ഒന്ന് എത്തിച്ചേരാനാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നത്. ഒരു നിമിഷം ഒന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, അനുഗ്രഹം എൻ്റെ കൈയെത്തുന്ന ദൂരത്തുണ്ട്, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അനുഗ്രഹത്തെ തട്ടിക്കളയരുത്. കണ്ണുകളെ ഒന്ന് അടച്ച് കർത്താവ് ജോഷുവയോട് പറഞ്ഞു, അപകീർത്തി ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയാൻ ആഗ്രഹിച്ച് നിങ്ങൾ നിയോഗം വച്ചിരിക്കുന്നത്? അപകീർത്തി നീങ്ങിപ്പോണം, ആ പ്രശ്നം ഒന്ന് നീക്കിക്കളയണം, ആ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ നീക്കിക്കളയണം, ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീക്കിക്കളയണം. എവിടെ ചെന്നാലും എനിക്ക് തകർച്ചയും പരാജയവുമാണ്, അതെന്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണം എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ അനുഗ്രഹത്തിന്റെ ഗിൽഗാലിലേക്ക് നമ്മൾ കാലെടുത്തു വയ്ക്കാൻ പോകുന്നു. ഇത് വിശ്വാസത്തിൽ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിശ്വാസത്തിൽ ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കാമോ? ഒരു നിമിഷം ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന്റെ മനസ്സ്, കർത്താവ് എന്താ ചെയ്യേണ്ടത്? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പല ദേശങ്ങളിൽ നിന്ന്, പല കുടുംബങ്ങളിൽ നിന്ന് ദൂരെ യാത്ര ചെയ്ത് ഇവിടെ വന്നവരാണ്. അങ്ങയുടെ മനസ്സ് വായിക്കാൻ എനിക്ക് പഠിപ്പിച്ചു തരണമേ, അങ്ങയുടെ മനസ്സ് വായിക്കാൻ. അപ്പോൾ 3 രാജാക്കന്മാർ തേടിപ്പോയത് വീട്ടക്കൊള്ളവനെയല്ല, 3 രാജാക്കന്മാർ തേടിപ്പോയത് എംടക്കൊള്ളവനെയല്ല, 3 രാജാക്കന്മാർ തേടിപ്പോയത് ദൈവവചനമുള്ള ഒരാളെയാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ വിശേഷം അറിയാൻ വേണ്ടി വന്നതല്ല, ദൈവത്തിന്റെ മനസ്സറിയാൻ വന്നതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ വന്നതാണ്. ചിലതൊക്കെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. ചില വെല്ലുവിളികൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. ഇത് പ്രസംഗിച്ച് കേൾക്കേണ്ട വിഷയം മാത്രമല്ല, ഈ പ്രാർത്ഥിച്ചതും പറഞ്ഞതും ജീവിതത്തിൽ ഇന്ന് ഇപ്പോൾ സംഭവിക്കണം. ജോഷുവയോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നിന്ന് അപകീർത്തി ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർ ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിട്ടു. കർത്താവേ, അനുഗ്രഹത്തിന്റെ ഗിൽഗാലിലേക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് കടന്നു വരാൻ ഇപ്പോൾ സാധിക്കണം. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒരു കാര്യം ഇങ്ങനെയാ കേട്ടത്. രാജാവ് ചോദിച്ചു, ദൈവത്തിന്റെ ഹിതം അറിയുന്ന ആരുമില്ലേ ഇവിടെ?
ആരുമില്ലേ ഇവിടെ? ഇത്ര ആളുകൾ ഉണ്ടായിട്ട് അപ്പോൾ പറഞ്ഞു, ഏലിയായുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു ഏലീഷായുണ്ട്. ഉടനെ 3 രാജാക്കന്മാർ അവനെ ഉടനെ കൊട്ടാരത്തിലേക്ക് വിളിക്കാൻ ഓർഡർ ഇടുവല്ല ചെയ്തത്. ദൈവവചനമുള്ളവനെ തേടിപ്പോയി. ദൈവാനുഗ്രഹമുള്ളവനെ തേടി വരുന്ന അനുഗ്രഹം കണ്ടോ? ദൈവാനുഗ്രഹമുള്ളവനെ ഏലീഷ നോക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന 3 രാജാക്കന്മാർ വീടിന്റെ തൊട്ടുമുറ്റത്ത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ തൊട്ടടുത്ത് ചില അനുഗ്രഹങ്ങൾ കാണാൻ വരട്ടെ, ചില അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ. യോശുവയോട് പറഞ്ഞു, നിന്റെ അപകീർത്തി ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? എന്റെ ജീവിതത്തിലെ തകർച്ചകളെ നീക്കിക്കളയണമേ, രോഗത്തെ നീക്കിക്കളയണമേ, പ്രയാസങ്ങളെ നീക്കിക്കളയണമേ, വഴക്കുകളെ നീക്കിക്കളയണമേ, വൈരാഗ്യത്തെ നീക്കിക്കളയണമേ, ക്ഷമിക്കാൻ പറ്റാത്തതിനെ നീക്കിക്കളയണമേ. പ്രാർത്ഥനയുള്ള ഒരു മനസ്സിനെ എന്നിൽ ഉറപ്പിക്കണമേ. 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് 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 പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പറയുന്ന വചനം കൂടി നിങ്ങളൊന്ന് വായിക്കണം. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 5-ാമത്തെ വാക്യം. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം. ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടോ, ഒന്നും കൂടെ. ആ അക്ഷരങ്ങളും വാക്കുകളും വചനങ്ങളും ചെവി കൊണ്ട് മാത്രമല്ല മനസ്സിലൂടെ ഒന്ന് കടത്തിവിട്ട് വായിക്കുക. എങ്ങനെയാണ്? തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. ഭയങ്കര ശ്രദ്ധയുള്ള ആളായിരുന്നു. എന്തിന്? പണം ഉണ്ടാക്കാൻ മാത്രമല്ല, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ, ദൈവവചനം കേൾക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് എന്താ അയാൾക്ക് കിട്ടിയത്? കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും, ദൈവത്തെ അന്വേഷിച്ച അത്രയും കാലം ദൈവം അവന് ഐശ്വര്യം നൽകി. കേട്ടില്ല? ദൈവം അവന് ഐശ്വര്യം നൽകി. നമ്മളോട് പലരും പറഞ്ഞു, നീ ഇങ്ങനെ പള്ളിയിൽ പോയും പ്രാർത്ഥിച്ചിട്ട് വാ, നശിച്ചു കിടക്കുന്നേ. നീ ഇങ്ങനെ ഗുണം പിടിക്കാതെ പോയത് ഈ പ്രാർത്ഥനയായിട്ട് നടന്നിട്ടാന്ന് എത്ര പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നീ ഈ പാട്ടും കൂത്തുമായിട്ട് നടന്നിട്ടാണ് നീ എവിടെയും ഗതി പിടിക്കാത്തതെന്ന്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തെ അന്വേഷിച്ച കാലം അത്രയും കാലം ദൈവം അവന്, സ്വർഗത്തിലെ ദൈവം അവന് ഐശ്വര്യം നൽകി. ഐശ്വര്യം. ഓ, ആ വാക്കൊക്കെ നമ്മൾ പലരും പറയും, അയ്യോ അതൊക്കെ വേറെ ആൾക്കാരുടെ വാക്കാണ് നമ്മൾ പറയേണ്ടത്. ദൈവവചനത്തിലുണ്ട്, നിനക്ക് ഐശ്വര്യം ഉണ്ടാകുന്നു. ആമേൻ. ദൈവത്തെ അന്വേഷിച്ച കാലം അത്രയും നിനക്ക് പരാജയമൊന്നല്ല, നിനക്ക് രോഗമൊന്നല്ല, നിനക്ക് നഷ്ടമാണെന്നല്ല, ഐശ്വര്യം. ആര് നൽകി? ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവം ഐശ്വര്യം കൊടുക്കും. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവം പറയുന്ന വാക്കാ, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. നിനക്ക് ദൈവം തരുന്നതാ ഐശ്വര്യം. ആമേൻ. ഹല്ലേലൂയ. അത് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കത് തരണം. ആമേൻ. എൻ്റെ കുടുംബത്തിൽ ഈ ഐശ്വര്യമായി ഇല്ലാത്ത, നമ്മൾ പറയില്ലേ, എൻ്റെ വീടിന് എന്തോ പ്രശ്നമുണ്ട്, ഒരു ഐശ്വര്യക്കേടാ. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാൾ മതി ആ വീട് ഐശ്വര്യത്തിലാകാൻ. ആമേൻ. എൻ്റെ ഭാവി ഐശ്വര്യമുള്ളതായി മാറും. ആമേൻ. ദൈവത്തെ അന്വേഷിക്കുന്ന കാലമത്രയും സ്വർഗത്തിലെ ദൈവം അവന് ഐശ്വര്യം നൽകി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം, മരിക്കുന്ന വരെയും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാളായിരുന്നു. ഹല്ലേലൂയ. നമ്മളെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും ദൈവവചനം കേൾക്കാനും പലരും നമ്മളെ കുറ്റം പറയും, പലരും നമ്മളെ വിമർശിക്കും, പലരും നമ്മളെ കളിയാക്കും. ചിലർ പറയും നിനക്കെന്തോ വട്ടാണ്, നിനക്കെന്തോ ഭ്രാന്താണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, നീ ദൈവത്തെയാണ് അന്വേഷിച്ചതെങ്കിൽ സ്വർഗത്തിലെ ദൈവം
ആ കാലം അത്രയും നിനക്ക് ഐശ്വര്യം നൽകും. ആമേൻ. ഐശ്വര്യം നൽകും. എൻ്റെ മക്കളുടെ ഭാവി എന്താകും? ദൈവത്തെ അന്വേഷിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഐശ്വര്യമുള്ളതായി മാറും. അയ്യോ എൻ്റെ സമ്പത്തൊക്കെ എല്ലാം കടവാ, അതൊക്കെ മാറിപ്പോക്കോളും. അത് ജോഷുവയോട് പറഞ്ഞ പോലെ അപകീർത്തി നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിട്ടു. അവിടെ നിന്നു ഗിൽഗാലിൽ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഗിൽഗാലിൽ നിൽക്കാൻ പറ്റണം. അനുഗ്രഹത്തിൻ്റെ ഗിൽഗാലിൽ ദൈവം നമ്മളെ നിർത്തും. വിശ്വസിക്കുന്നു? അനുഗ്രഹത്തിന്റെ ഗിൽഗാലിൽ ഞാനും എൻ്റെ കുടുംബവും നിൽക്കും. അനുഗ്രഹത്തിന്റെ ഗിൽഗാലിൽ, ഐശ്വര്യത്തിന്റെ ഗിൽഗാലിൽ എൻ്റെ തലമുറ വന്ന് നിൽക്കും. ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതെവിടെയാ? ഇത് ഞാൻ മുമ്പ് വായിച്ചിട്ടില്ലല്ലോ എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. നമ്മൾ പലതും വായിച്ചിട്ടില്ല. ഈ വചനങ്ങളൊക്കെ ശ്രദ്ധിക്കത്തില്ല. അക്ഷരം കണക്കെ ശ്രദ്ധിച്ചാലേ ഇതൊക്കെ കണ്ണിപ്പെടുവുള്ളൂ. ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് ഞാൻ തകർന്നത്, നശിച്ചത്, എൻ്റെ വീടിങ്ങിനായി പോയത്. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവന് ഐശ്വര്യം നൽകുന്ന, ഉയർച്ച നൽകുന്ന, നന്മയൊരുക്കുന്ന ഒരു നല്ല ദൈവത്തിന്റെ മുമ്പിലാ വന്നിരിക്കുന്നത്, കേൾക്കുന്നത്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യമാണ്, ഞാനിത് പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. 5-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാമത്തെ വാക്യം. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ, യേശു ഒരാളോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന്. സിനഗോഗിന്റെ അധികാരി, അപ്പൊ ചിലറക്കാരനല്ല, ആള് ചില വലിയ ആളാണ്. അന്നത്തെ കാലത്തെ ഒരു സിനഗോഗിന്റെ മെയിൻ ആളാണ്. ആ പുള്ളി ഇപ്പൊ എവിടെ ഉണ്ട്? ഇപ്പൊ യേശുവിൻ്റെ അടുത്ത് നിപ്പുണ്ട്. അയ്യോ, നമ്മളെപ്പോലെ പാവപ്പെട്ടവനും ഒന്നുമില്ലാത്തവനും ജീവിക്കാൻ വകയില്ലാത്തവനും മാത്രമേ പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ പോവുള്ളൂ. ഞങ്ങളെപ്പോലെ പൈസ ഉള്ളവരൊന്നും അങ്ങനെ പോകാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് സിനഗോഗിൻ്റെ അധികാരി വരെ ഈ വണ്ടിയും കാറും ഒന്നും സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് യേശുവിനെ തേടി വരുമായിരുന്നു. സിനഗോഗിൻ്റെ അധികാരി യേശുവിൻ്റെ അടുത്ത് നിപ്പുണ്ട്. ആ യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ഉറക്കെ പറഞ്ഞു, സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു. അപ്പോ സിനഗോഗ് അധികാരി കേട്ട വാർത്ത പോസിറ്റീവോ നെഗറ്റീവോ? അയ്യോ, എല്ലാം നഷ്ടപ്പെട്ടു, തീർന്നു. കണ്ടു കൊതി തീർന്നിട്ടില്ല, ലാളിച്ച് കൊതി തീർന്നിട്ടില്ല. എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ മകളെക്കുറിച്ച്, മരിച്ചു എന്നോ? നിങ്ങളും പലതും ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഇതൊന്നും വിശ്വസിക്കരുത്. ചെവി കൊണ്ട് എന്താ കേട്ടത്? നീ നശിച്ചു പോകത്തേ ഉള്ളൂ. ഒരാൾ പറഞ്ഞത് ഇപ്പോഴും മനസ്സിൽ കിടക്കുക. നിന്റെ നാള് ശരിയല്ല, അതാ ഇങ്ങനെ വരുന്നത്, അത് മനസ്സിൽ കിടക്കുക. നിങ്ങളുടെ ചെവികളിൽ കേട്ട എല്ലാ നെഗറ്റീവ് വാക്കിനെയും ഇന്ന് കളയണം. സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞത് കൊച്ചിന് രോഗം കൂടിയെന്നല്ല, ഒറ്റ വാക്ക് പറഞ്ഞു, കൊച്ചു മരിച്ചുപോയിന്ന്. ആ വാക്കിന് 2-3 അർത്ഥമുണ്ട്. ഇനി തിരിച്ചു വരില്ല, ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലെന്ന്. ഞാൻ ഈ വാക്ക് പറയാൻ കാരണം എന്നറിയാമോ? പ്രാർത്ഥിക്കാൻ വരുന്ന ചിലരുടെ മനസ്സിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവൊന്നും ഇല്ല, പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ. അത് നിന്റെ മനസ്സിൻ്റെ ഇരുട്ട് ബാധിച്ചോണ്ടാ അങ്ങനെ. സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞെന്നറിയോ, മകള് മരിച്ചുപോയി, ഇനി തിരിച്ചു വരത്തില്ലെന്നാ. ഇവിടെ ഇരിക്കുന്ന ഒരു വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചേ, തിരിച്ചു വരികയില്ലെന്ന്. നിങ്ങൾ ഇനി ഒരിക്കലും ഒരു നല്ല കാലം എനിക്കുണ്ടാകില്ല ചിന്തിക്കുന്നുണ്ട് പലരും. എൻ്റെ ഈ രോഗമൊക്കെ മാറി എനിക്കൊരു നല്ല സമയം, ഇനി അങ്ങനെ തിരിച്ചു വരവില്ല. ഈ കടബാധ്യത മാറുമോ? തിരിച്ചു വരാൻ സാധ്യതയില്ല. തിരിച്ചു വരവ് ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഏതു കാര്യത്തിലാണ് ചിന്തിക്കുന്നത്, അവിടെ ഒരു വിടുതലുണ്ട്. അതിനകത്ത് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ഒരാളെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഇത്രയും പ്രായമായി, ഇനി നീ ശുശ്രൂഷയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, വീട്ടിൽ പോയിരിക്കുക, ഇനി തിരിച്ചു വരും. പക്ഷേ ആ വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ഇപ്പൊ പലർക്കും അനുഗ്രഹമായത്. എന്തിനും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് തിരിച്ചു വരവുണ്ട്. തിരിച്ചു വരും.
ഹല്ലേലൂയ. അത് അത്ഭുതത്തോടെ തിരിച്ചു വരും. ആമേൻ. വിശ്വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത് മരിച്ചുപോയി എന്നൊരു വാക്കാണ്. ആ വാക്കിന് അർത്ഥം ഇതാണ്: നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെട്ടു? ജീവൻ. ജീവൻ, ആ വ്യക്തിയുടെ ശരീരത്തിലുണ്ടായ ജീവൻ ഇപ്പൊ പോയി. ജീവൻ നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ചിലർ പറയുന്നു, കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് നല്ല കുടുംബമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് നല്ലൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ മക്കളുടെ പോക്ക് കണ്ടിട്ട് അതൊക്കെ എനിക്ക് നഷ്ടമായി. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ലേലും ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് പറ്റും. അത് തെളിയിച്ച അധ്യായമാ ഈ 5-ാം അധ്യായം. തെളിയിക്കും. മനുഷ്യൻ്റെ കരങ്ങളിലൂടെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. മരിച്ചാൽ മരിച്ചു, പെട്ടിക്കകത്ത് കിടത്തുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, അടക്കുന്നു. പക്ഷേ യേശു എന്താ ചെയ്തെന്ന് കേട്ടോ? സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. അടുത്ത വാക്ക് എന്നാ നോക്കൂ. ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു. ആ വാക്കിന് എന്തിന് എന്ന് എഴുതിയിട്ടുണ്ട്. ഗുരുവിനെ ഇനി എന്തിനാടോ ഇനി അവിടെ നിൽക്കുന്നതെന്നാ ചോദിച്ചേ. നീ എന്തിനാ ഇനി പ്രാർത്ഥിക്കുന്നേ? നീ പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തൊന്നുമില്ല. നീ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എന്തിനാ ആരാധിക്കുന്നേ? എന്തിനാ ഈ വചനമൊക്കെ കേൾക്കുന്നേ? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊരു കുന്തോ നടന്നില്ലല്ലോ. ഒരു കാര്യം ശരിയായല്ലോ. ഇനി നീ പ്രാർത്ഥിക്കാൻ പോവാണോ? ഗുരുവിനോട് യേശു അവിടെ നിൽക്കുമ്പോൾ ചോദിച്ചു, സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ വന്ന്, എന്തിനാ സാറേ അവിടെ നിൽക്കുന്നേ? എന്തിനാ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത്? വേഗം വീട്ടിലേക്ക് വാ, കൊച്ചു മരിച്ചു കിടക്കുക, എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വാക്യം, അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു. ഇത് കേട്ട് തകർന്ന് വിഷമിച്ച് പെട്ടെന്ന് വാടിപ്പോയ ഈ സാറിനോട്, ഈ സിനഗോഗ് അധികാരിയാ ഈ സാറിനോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട. നീ അത് കേട്ടിട്ടൊന്നും നീ ഭയപ്പെടേണ്ട. എനിക്കും ഇത് പറയാനുണ്ട്. ചിലർ പറഞ്ഞു, നിന്റെ കൊച്ചിൻ്റെ കല്യാണമൊന്നും നടക്കുകയില്ല, നിന്റെ കാര്യമൊന്നും ശരിയാകത്തില്ല, നിനക്ക് ശാപം കിട്ടിയിരിക്കുന്ന. അതൊന്നും അല്ല. അതൊന്നും കേട്ട് നീ ഭയപ്പെടണ്ട. നീ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യാം. ഇത് പറ്റുമോ? ഇതിന് പൈസ മുടക്കൊന്നുമില്ല കേട്ടോ. ഈ കാര്യത്തിന് ചെലവൊന്നുമില്ല. വിശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ട് ആ കസേരയിലിരിക്കുക, ആ നിലത്തിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അടുത്ത കാര്യം വായിച്ചേ. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ. 38-ാമത്തെ വാക്യം, അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. നോക്കൂ, സിനഗോഗ് അധികാരി മിക്കവാറും യേശുവിനെ ആ വീട്ടിലേക്ക് വിളിച്ചു കാണാൻ. എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം, തകർന്നിരിക്കുക. എല്ലാവരും മനസ്സും എടുത്ത് തകർന്നു പോയിരിക്കുക, ആകെ പറ്റിപ്പ് വിഷമിച്ചായിരിക്കുന്നേ. ആ വീട്ടിൽ യേശുവിനെ നിങ്ങൾ സത്യസന്ധമായി ഇന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു അത്ഭുതം ചെയ്യാതെ യേശു അവിടെ നിന്നും മടങ്ങിപ്പോകത്തില്ല. എൻ്റെ ജീവിതത്തിന്റെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ പ്രതിസന്ധിയിലേക്ക് എൻ്റെ ദൈവമേ എൻ്റെ വീട്ടിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന എൻ്റെ ദൈവം, ഞാൻ കേട്ട എൻ്റെ ദൈവവചനം, ഈ വചനം ഒരത്ഭുതം ചെയ്യാതെ മാറിപ്പോകില്ല. ഇന്നിവിടെ നിങ്ങളെ ദൈവമായ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരത്ഭുതം ചെയ്യാതെ നിങ്ങളെ പറഞ്ഞു വിടില്ല. നിങ്ങളിൽ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നിന്നെ ഒരുക്കുവാണ്. അതും ഇതും കേട്ടൊന്നും നീ വിഷമിച്ചിരിക്കണ്ട. നാട്ടുകാർ പലത് പറയും. പള്ളിയിലെ കമ്മിറ്റിക്കാരൻ എന്തുകൊണ്ട് പറഞ്ഞു, കണക്ക് എഴുതുന്ന ട്രസ്റ്റി അത് പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ ആ പുള്ളിക്കാരൻ ചിരിച്ച് കാണിച്ചില്ല, പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല. ഇതൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് പോകരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിനെ ആത്മാർത്ഥമായി ഒന്ന് വിളിക്ക്. എൻ്റെ വീട് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. നിന്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നും ജീവിക്കുന്ന ഈ ദൈവത്തെ വിളിച്ചത് സത്യമാണെങ്കിൽ ഒരത്ഭുതം ചെയ്യാതെ അവിടുന്ന് മടങ്ങി പോകത്തില്ല. യേശു ആ വീട്ടിൽ എത്തി. അതിനുശേഷമോ അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറ ഇടുന്നതും. അപ്പൊ വീടിന്റെ അന്തരീക്ഷം ഒന്ന് ചിന്തിച്ച്, ഒരു മരിച്ച വീട്, ഒരു കൊച്ചു മരിച്ചുപോയി. ഒത്തിരി പ്രായമായി ജീവിച്ചല്ല ഒരാൾ മരിച്ചല്ല, ഒരു കൊച്ചു പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് മരിച്ചുപോയി. ആ വീട്ടിൽ നിന്ന് ഉയരുന്നത് അലറി കരച്ചിലും കണ്ണുനീരും ഭയങ്കര. അപ്പുറത്തെ വീട്ടിലെത്തിയപ്പോഴേ കേട്ടു ആ വീട്ടിനകത്തുള്ള ആളുകളുടെ നിലവിളി.
നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്ന് ഉയരുന്നത് എന്നതാ? ചിലർ പറയും എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും വഴക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉയരുന്നത് നിലവിളികളാണ്, കണ്ണുനീരാണ്, കരച്ചിലാണ്. ഇതേ അതുപോലെ ഒരു കണ്ണുനീരുള്ള വീട്. പക്ഷേ ഈ വചനത്തിൻ്റെ അവസാനം ആ കണ്ണുനീരിനെ, ആ അവസ്ഥ, ആ കുടുംബത്തിൻ്റെ ആ സങ്കടമുള്ള അന്തരീക്ഷത്തെ ആ ഭവനത്തിൽ നിന്നും മാറ്റി ആ താളിനെ മറിച്ചു കളഞ്ഞു. എന്നിട്ട് ആ ഭവനത്തിൽ നടന്നത് യേശു 42-ാമത്തെ വാക്യം, തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. 41-ാമത്തെ വാക്യം വായിച്ചേ. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവൻ ആ മരച്ച്, ജീവൻ നഷ്ടപ്പെട്ട് മരച്ചുപോയി ഇരിക്കുന്ന ആ കയ്യേൽ പിടിച്ചു. തിരിച്ചു വരില്ല, ഇനി ഒരിക്കലും പഴയതുപോലാകില്ല, നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച കാര്യത്തെ യേശു മുറുക്കെ പിടിച്ചു. നിങ്ങളുടെ ജീവിതങ്ങളെ, തണുത്തുറഞ്ഞു പോയ, ആരോഗ്യം നഷ്ടപ്പെട്ട, ഭാവി നഷ്ടപ്പെട്ട ജീവിതത്തെ ഇങ്ങനെ ഇതുപോലെ ദൈവം മുറുക്കെ പിടിക്കില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാനും ചിലപ്പോൾ നശിച്ചു പോയ ആളായിരിക്കാം, തകർന്നു പോയ ആളായിരിക്കാം. പക്ഷെ എൻ്റെ ജീവിതത്തെ മുറുക്കെ പിടിക്കുന്നൊരു ദൈവമുണ്ട്. ആദ്യം ഒരു വാക്കുണ്ട്, നീ കുലുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ഒരാൾ മുറുക്കെ പിടിക്കണം. ഹല്ലേലൂയ. ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, നമ്മൾ ബസ്സെ പിടിക്കാതെന്നാ പറയും, കമ്പിയെ പിടിച്ചു നിൽക്കാൻ പറയും, മുറുക്കെ പിടിച്ചിരിക്കാൻ പറയും. വണ്ടി ബ്രേക്ക് ചെയ്തിട്ടോ വളയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീണു പോകാതിരിക്കാൻ നിങ്ങൾ മുറുകെ പിടിച്ചില്ലേലും നിങ്ങളെ മുറുകെ പിടിക്കുന്നൊരു ദൈവമുണ്ട്. നോക്കൂ, എനിക്ക് ഈ വാക്യം, ആ പെട്ടിക്കകത്ത് കിടക്കുന്ന, അല്ല ആ കട്ടിലേക്കടുത്തിരിക്കുന്ന ആ കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു വരുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയില്ല. പക്ഷെ യേശു ആ വീട്ടിൽ നിന്ന് പോയത് ഒരത്ഭുതം ചെയ്തേച്ചാ പോയെ. ഒരത്ഭുതം ആ ഭവനത്തിൽ, ആ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലെത്തിയപ്പോൾ കേട്ടത് ഒച്ചപ്പാടും കരച്ചിലും ബഹളവും കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും സ്വരമാ. പക്ഷെ യേശു ആ വീട്ടിൽ വന്നപ്പം പിന്നീട് അവിടെ നിന്ന് ഉയർന്നത് സന്തോഷമാ. കാരണം യേശു ആ കാര്യത്തെ മുറുക്കെ പിടിച്ചു. ഞാൻ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും യേശുവിനെ സത്യസന്ധമായി വിളിക്കുമ്പോൾ മുറുക്കെ പിടിക്കും. എൻ്റെ കുടുംബം തകർന്നു പോകുമോ? ഇല്ല, മുറുകെ പിടിക്കും. എനിക്കൊരു നല്ല ജീവിതം തരുമോ? മുറുക്കെ പിടിക്കും. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. മരിച്ചുപോയ ഒരു കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് മരിച്ചു പോയതുപോലെ ജീവിക്കുന്നവരുണ്ട്. ചിലർ പറയില്ലേ, എൻ്റെ വീട് മരിച്ച വീടാ. അവിടെ ആരും മരിച്ചിട്ടില്ല, പക്ഷെ ആ സാഹചര്യമല്ല ഒരു മരിച്ച വീടിൻ്റെ കണ്ടീഷനാണ്. ജീവിതം മരിച്ചതുപോലെ, ഭാവി മരിച്ചതുപോലെ, മരവിച്ച പോലെ. പക്ഷെ അതിനെ ഇന്ന് മുറുകെ പിടിക്കുന്നത് ആത്മാവിലൊന്ന് അനുഭവിക്കാൻ കഴിയുമോ? ഇന്ന് നിങ്ങൾ ആരാധിച്ചു പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആത്മാവിൽ അനുഭവിക്കണം. ദൈവം ഇങ്ങനെ എന്നെ മുറുകെ പിടിക്കുന്നത്, തിരിച്ചു വരത്തില്ല, ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെ ദൈവം ഇങ്ങനെ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴും അതൊക്കെ കുറച്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആരുടെയൊക്കെയോ ജീവിതങ്ങളെ ദൈവം ഇങ്ങനെ വല്ലാതെ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ. ഇന്ന് രാവിലെയും കൂടെ എഴുന്നേറ്റപ്പോൾ ചിന്തിച്ചതാ, പോയി മരിച്ചാലോ എന്ന്. അങ്ങനെ ചിന്തിച്ച് ആരുടെയോ ഒരു ജീവിതത്തെ ദൈവം അങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുക. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഭാര്യ ഇങ്ങനെയാണ്, മക്കളെല്ലാം ഇങ്ങനെയാണ്, എനിക്കൊന്നും അറിയില്ല എന്നെ ചെയ്യണമെന്ന്. നീ കുലുങ്ങിപ്പോകാതിരിക്കാൻ നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ ആത്മാവിലൊന്ന് കാണാൻ പറ്റുമോ? ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഒരത്ഭുതമായിരിക്കും. സിനഗോഗ് അധികാരി കേട്ടതെന്നറിയാമോ? കൊച്ചു മരിച്ചുപോയി, ഇനി പ്രാർത്ഥിക്കൊന്നും വേണ്ട, വേഗം വീട്ടിലേക്ക് വാ, ഇനി അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. എന്തിനാ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും പലരും പറഞ്ഞിട്ടുണ്ടാവും, എങ്ങോട്ടാ ഈ ഉടുപ്പും കാറും ഒക്കെ എടുത്ത് എവിടെയാ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ എഴുന്നള്ളുന്നത്? എപ്പം നോക്കിയാലും പ്രാർത്ഥനയെന്ന് പറഞ്ഞ് പോക്കാണ്, എല്ലാ ധ്യാനത്തിനും പോക്കോട് ഇങ്ങനെ പോക്കാണ്. നമ്മളോട് പലരും പറഞ്ഞും വിഷമിപ്പിച്ചിട്ടുണ്ട്. സാരമില്ല, നിങ്ങൾ കാണാൻ പോകുന്നതും അനുഭവിക്കാൻ പോകുന്നതും ഒരത്ഭുതമായിരിക്കട്ടെ. ദൈവത്തെ അന്വേഷിച്ച കാലം അത്രയും അവൻ തകർന്നു എന്നല്ല, എന്നാ പറഞ്ഞേ? അവന് ദൈവം, സർവശക്തനായ ദൈവം അവൻ ഐശ്വര്യം കൊടുത്തു എന്നാ. അതിന് മാത്രം പിശുക്ക് കാണിക്കരുത് ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ. ഒന്ന് വേഗത്തിൽ ഉണർവോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?
ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ഒരാളുടെയും പൈസ വേണ്ട, ഒരു ചെലവുമില്ല. വിശ്വാസമുള്ളൊരു മനസ്സും ആഗ്രഹമുള്ളൊരു ശരീരവും മതി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് വന്ന് പറയുക, കൊച്ചു മരിച്ചു പോയി, ഇനി ഒന്നും നടക്കത്തില്ല, ഇനി അവിടെ നിൽക്കേണ്ട സാറിങ് പോരെ, സാറ് വേഗം വീട്ടിലേക്ക് വാ, സാറിൻ്റെ ഭാര്യ അന്വേഷിക്കുന്നു, കുടുംബക്കാരൊക്കെ സാർ എന്ത് ചെയ്യുന്നു നോക്കണ്ട്, നിങ്ങളിവിടെ നിന്നാൽ എങ്ങനെ ശരിയാകുന്നത്, ഇനി കർമ്മങ്ങളൊക്കെ നടക്കണ്ടേ, വേഗം വീട്ടിലേക്ക് വാ. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, അവർ പറഞ്ഞതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മനുഷ്യന്റെ ചിന്തയിലും ബുദ്ധിക്കും അതീതമായത് കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ കയറി വരും. മനുഷ്യരൊക്കെ ചിലര് നമ്മളെ നോക്കി ശപിച്ചിട്ടുണ്ട്, അതൊന്നും കേട്ട് ഭയപ്പെടണ്ട. ചിലരൊക്കെ നമ്മളെ വല്ലാതെ കളിയാക്കിയിട്ടുണ്ട്, ഒന്നും മൈൻഡ് ചെയ്യണ്ട. ചിലരൊക്കെ നമ്മൾ രക്ഷപ്പെടുകയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ നമ്മൾ നീ അഹങ്കാരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട് നീ ഒരു ഭാഗ്യമില്ലാത്ത ആളാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേട്ട് നീ ഭയപ്പെടണ്ട. മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഭയപ്പെടാനാണെങ്കിൽ ഭയപ്പെടാനേ നേരമുള്ളൂ. എല്ലാ ദിവസവും ടെൻഷൻ പ്ലസ് ടെൻഷൻ ആയിരിക്കും. അത് മാറ്റിക്കളാം. നീ സർവശക്തനായ ദൈവത്തിലൊന്ന് വിശ്വസിക്കുക. എന്നിട്ട് സത്യസന്ധമായി യേശുവിനെ നിന്റെ ജീവിതത്തിലേക്കൊന്ന് വിളിക്കുക. ഞാൻ വിളിക്കുകയാണ്, കർത്താവേ എൻ്റെ ഈ ജീവിതത്തിലേക്കൊന്ന് വരണം. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം ചത്തു മരച്ച് കിടക്കുന്നത് പോലെ അവിടെ ഉണ്ട്. എൻ്റെ ബുദ്ധി പറയുന്നത് ശരിയാകില്ല എന്നൊക്കെ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. എനിക്കൊരു നല്ല ഭാവി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും ഞാൻ പരാജയപ്പെട്ട നിലയിലാണ്. യേശു നിന്നോടാ പറയുന്നേ, നീ ഭയപ്പെടണ്ട, വിശ്വസിക്ക്. നിനക്ക് കാണാനും അറിയാനും പറ്റുന്നുണ്ടോ നിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കയറി വരുന്നൊരു ദൈവത്തെ? നിന്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ നിനക്കൊന്ന് അനുഭവിക്കാൻ പറ്റുമോ? ആ വീട്ടിൽ നിന്ന് ഉയർന്നത് നിലവിളിയാണ്, കരച്ചിലാണ്, കണ്ണുനീരാണ്. പക്ഷെ യേശു ചെന്ന് തിരിച്ചു പോരുമ്പോൾ ആ വീട്ടിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്, ഭയങ്കര ഒരു സമാധാനമാണ്. യേശു അവിടെ വന്ന് തണുത്ത് മരച്ചു കിടന്ന ആ ബാലികയുടെ കയ്യിൽ മുറുക്കെ ഇങ്ങനെ പിടിച്ചു. എൻ്റെ ജീവിതത്തെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, പിന്നെ ഞാൻ എന്തിനെ ഭയപ്പെടണം? എൻ്റെ ഭാവിയെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തിനാ ഓവർ ടെൻഷൻ? അയ്യോ, ആ കേസ് എന്ത് ചെയ്യും? ആ കോടതി, ആ പോലീസ്, കടം, അവർ പൈസ ചോദിക്കുന്നു, 100 പ്രശ്നങ്ങൾ. ജീവിതത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ നീ കാണുന്നില്ലേ? 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്നല്ല, നിന്റെ അടുത്തു നിന്ന് ആ ദൈവത്തിന്റെ കരം നിന്റെ ജീവിതത്തെ എഴുന്നേൽപ്പിക്കും. അന്ത്യകർമ്മങ്ങൾ ചെയ്യാനല്ല കൈ കൊണ്ട് മുറുകെ പിടിച്ചത്, ഇപ്പൊ കിടക്കുന്ന തണുത്തുറഞ്ഞ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനാണ്. തലീതാക്കും, ബാലികേ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. യേശുവിന്റെ വാക്ക് ആ വീട്ടിലൊരു വെളിച്ചം കൊണ്ടുവന്നു. ആ യേശുവിന്റെ വാക്ക് ആ വീട്ടിലെ സകല ദുഃഖങ്ങളും എടുത്തു കളഞ്ഞു. യേശുവിന്റെ സാന്നിധ്യം ആ ഭവനത്തിൽ കൊണ്ടുവന്നത് അനുഗ്രഹമാണ്. ആര് പറഞ്ഞു എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടില്ലെന്ന്? ആര് പറഞ്ഞു എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടില്ലെന്ന്? ദൈവം പറഞ്ഞിട്ടില്ല. ചിലപ്പോ വലിയ ആൾക്കാർ ആരൊക്കെയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും തല കയറ്റി വെക്കണ്ട. ദൈവം പറഞ്ഞ വാക്കിനെ ഒന്ന് വിശ്വസിക്കുക. എനിക്കൊരു 4 ലൈൻ പാട്ട് മനസ്സിൽ വരുന്നുണ്ട്. ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ എന്ന് ഏതോ ഒരു ആൾ എഴുതിയ ഒരു അർത്ഥമുള്ളൊരു പാട്ട്. നിന്നെ മറന്നാലും, നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഞാൻ, ഒരിക്കലും നിന്നെ മറക്കില്ല, ഒരു നിമിഷം പോലും, ഒരു വേള പോലും
ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്തേ. സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. മരിച്ചു കഴിഞ്ഞ് ഇനി നടക്കേണ്ടത് അന്ത്യകർമ്മങ്ങളാണ്. ശവോടക്കാണ് ആ വീട്ടിൽ നടക്കേണ്ടത്. പക്ഷെ നടന്നത് ശവോടക്കല്ല, നടന്നത് അത്ഭുതമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി 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 ഇനി ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഓ എന്നാ നടക്കാനാ, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുക. സത്യസന്ധമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്ന് കേട്ട വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് കേട്ട വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതേ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ചെയ്തു തരുന്നത് ഒരു അത്ഭുതമായിരിക്കും, ഒരു അടയാളമായിരിക്കും. ദൈവത്തെ അന്വേഷിച്ച കാലമൊത്രയും ദൈവം അവന് ഐശ്വര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് എനിക്ക് വേണ്ടത് തകർച്ചയോ പരാജയമോ അല്ല, ഐശ്വര്യമാണ്. എനിക്ക് വേണ്ടത് ഐശ്വര്യമാണ്. എന്റെ കുടുംബത്തിന് വേണ്ടത് ഐശ്വര്യമാണ്. ഈ വചനത്തിലുള്ള ഐശ്വര്യം എനിക്കും എന്റെ കുടുംബത്തിന് വേണം, തലമുറകളിൽ വേണം, വ്യക്തി ജീവിതങ്ങളിൽ വേണം. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് അധരം തുറന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ അഭയമേ കാഞ്ഞ കൂടെയില്ലേ എൻ്റെ കുഞ്ഞേ പൊന്നോലേ നിന്റെ ദൈവം ഞാനല്ലയോ എൻ്റെ കുഞ്ഞേ പൊന്നോമലേ നിന്റെ ദൈവം ഞാനല്ലയോ. ഒന്നും കൂടെ ഇടറല്ലേ പതറല്ലേ ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ അഭയമേ കാഞ്ഞ കൂടെയില്ലേ ഇടറല്ലേ യാചനാപൂർവം പിടിച്ചൊന്ന് പാടി ഇടറല്ലേ നിന്റെ ദൈവം ഞാനല്ലയോ ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ അഭയമേ കാഞ്ഞ കൂടെയില്ലേ പാടി എല്ലാവരും ചേർന്ന് ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ അഭയമേ കാഞ്ഞ കൂടെയില്ലേ നോമലേ നിന്റെ ദൈവം ഞാനല്ലയോ എൻ്റെ കുഞ്ഞേ നിന്റെ ദൈവം ഞാനല്ലയോ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ കേട്ടത് വിശ്വസിക്കുകയാണ്. 100% ഇപ്പോൾ വിശ്വസിക്കുന്നത്, 100%. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയത് സക്കേവൂസിൻ്റെ വീട്ടിൽ യേശു കയറി ചെന്നതാണ്. അപ്പോൾ ആരോ ഇങ്ങനെ ചിന്തിച്ചു, ആ മനുഷ്യന് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു അല്ലേ? ദൈവമേ, എനിക്കൊരു വീട് പോലും ഇല്ലല്ലോ, എനിക്കൊരു നല്ല വീടില്ലല്ലോ. അതാണല്ലോ ഞാനിന്ന് നിയോഗം വച്ചത്. ഒരു ചെറിയ ഭൂമിയും ഒരു വീടും ഉണ്ടായിരുന്നെങ്കിൽ. സക്കേവൂസ് എത്രയോ ഭാഗ്യവാൻ. ആ മനുഷ്യന് ഒരു വീട് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ സമാധാനക്കേടാ,
വഴക്കാണ്, പ്രശ്നമാണ്. എന്താണാവോ ഇങ്ങനെ? എൻ്റെ ഭവനത്തിലൊന്ന് വരണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഭവനത്തിൽ വന്ന് ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ ആ കയ്യിൽ പിടിച്ച ദൈവത്തിൻ്റെ കരം ഇന്ന് എന്നെ കൂടി ചേർത്ത് പിടിക്കുന്ന സമയമാണ്. ആ വീട്ടിലെ നിലവിളിയും കണ്ണുനീരൊക്കെ പാടെ മാറ്റുന്ന സമയം, പാടെ മാറ്റുന്ന സമയം. നീ വരണേ യേശുവേ, എൻ ഭവനത്തിൽ നീ വരണേ, നീ വരണേ യേശുവേ, എൻ ഭവനത്തിൽ നീ വരണേ. യോഗ്യത തെല്ലുമില്ല അപ്പാ, യോഗ്യത തെല്ലുമില്ല, യോഗ്യത തെല്ലുമില്ല അപ്പാ, യോഗ്യത തെല്ലുമില്ല. നീ വരണേ യേശുവേ, എൻ ഭവനത്തിൽ നീ വരണേ, നീ വരണേ യേശുവേ, എൻ ഭവനത്തിൽ നീ വരണേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ. അന്ധനായ മനുഷ്യൻ ഇത്രേ ചോദിച്ചുള്ളൂ, ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമെന്ന്. അത് ഈ പ്രാർത്ഥനയൊക്കെ ചെറുതാണ്, പക്ഷെ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ യേശു നിന്നു. നമ്മളും അതേ വാക്ക് യേശുവിനെ വിളിക്കുക, നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമെന്ന്. എനിക്ക് അങ്ങയോടല്ലാതെ എൻ്റെ സങ്കടം ആരോടാണ് ഞാൻ പറയേണ്ടത്? എൻ്റെ വീടിൻ്റെ അയൽവാസികളോടൊക്കെ പറഞ്ഞ് അവർ കൈ കൊണ്ട് ചിരിക്കും. എൻ്റെ വിഷമങ്ങളൊക്കെ ചിലർ അറിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വേദനകളൊക്കെ പലരും നാട്ടിൽ പറഞ്ഞ് പാട്ടാക്കും. മനുഷ്യനോടത് പറയുമ്പോൾ പലതും പരസ്യമാക്കും, അവർ പരസ്യമാക്കാൻ വേണ്ടി ഓടും. എന്നാൽ ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത്ഭുതമാക്കി മാറ്റും. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ എന്തു പ്രാർത്ഥനയാണ് എഴുതി വെച്ചത് അത് മനസ്സിൽ കാണുക. ഒരു വീട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആ വീടിൻ്റെ ചിത്രം മനസ്സിൽ കാണുക. എനിക്ക് നല്ലൊരു ഭാവി അത് മനസ്സിലൊരു വരച്ചു വെക്കുക. മനസ്സിലത് കണ്ടേ ദൈവമേ, എനിക്കൊരു നല്ല ജീവിതം വേണം, ആ ജീവിതം മനസ്സിൽ കാണ്. എനിക്കൊരു നല്ല സൗഖ്യം വേണം, ആ സൗഖ്യം മനസ്സിൽ കാണ്. വിശ്വാസത്തിൽ അതിനെ കാണ്, വിശ്വാസത്തിൽ കാണ്. അത് പൈസ മുടക്കമുള്ള കാര്യമല്ല. കണ്ണുകൾ അടച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെയല്ല കാണേണ്ടത്. ഞാൻ എഴുതി വച്ച പ്രാർത്ഥനയെ ഞാൻ മനസ്സിൽ കാണുക. ഈ വ്യക്തിയുടെ മാനസാന്തരം, എൻ്റെ ഈ പരീക്ഷയിലുള്ള വിജയം, ഈ തടസ്സങ്ങൾ മാറുന്നത്, ഈ ബാധ്യത മാറുന്നത് ഞാൻ മനസ്സിൽ കാണുകയാണ്, മനസ്സിൽ വരയ്ക്കുകയാണത്. മനസ്സിൽ വരച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ചേർന്ന് എന്നോട് ഏറ്റുചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നമ്മൾ 5 പ്രാവശ്യം പ്രാർത്ഥിച്ച് 4 പ്രാവശ്യം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദിവികാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് ഒരു നേർച്ച നേരണം. ഒരു നേർച്ച, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുമ്പോൾ എൻ്റെ ജീവിതം ഈ അൽത്താരയിൽ ഒരു സാക്ഷ്യമായിരിക്കും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ എൻ്റെ യേശുവേ,
എന്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.